ശരണിലേക്ക് മടങ്ങിയെത്താം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം നൽകുന്നില്ല കോടതി. കേരളത്തിൽ ഒരു പുതിയ നിയമവഴി കൂടിയാണ് തുറന്നിരിക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്തും പറയാം എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. വളരെയധികം ആശ്വാസവും വളരെയധികം സന്തോഷവുമുണ്ട്. കാരണം ഞാൻ അന്ന് ഇറങ്ങി പ്രതിഷേധിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ശക്തമായ നിയമമില്ല, അല്ലെങ്കിൽ നമ്മളുടെ പോരാട്ടത്തിന് യാതൊരു മറുപടിയും നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോ ഇപ്പൊ കോടതി എടുത്തിരിക്കുന്ന ഈ ഒരു നീതി, ഈ ഒരു ഉറപ്പുണ്ടല്ലോ, ഇത് ഒരുപാട് സ്ത്രീകൾക്ക്, അല്ലാതെ മാത്രമല്ല സ്ത്രീകളെന്നല്ല, സാമൂഹിക വഴി ഒരുപാട് പേര് ഇതുപോലെയുള്ള മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടിയ മനോഹരമായ ഒരു വിധി തന്നെയാണ് ഇതിപ്പോ. വളരെയധികം സന്തോഷമുണ്ട്. സത്യത്തിൽ ഇയാള് കാറിൽ പോകുമ്പോ ഞാനിതാ ഇപ്പൊ വരാം എന്നുള്ള ഒരു മുഖഭാവത്തോടു കൂടെ ഒന്നുമില്ല, യാതൊരു കുറ്റബോധവുമില്ല. പുള്ളി പറയുന്നതാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല എന്ന് പറയുമ്പോ നമ്മളെല്ലാം അയ്യോ, ഇനി കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടാൽ ഈ പോരാട്ടം ഒരു അല്പമെങ്കിലും നമ്മളൊന്ന് തളർന്നു പോകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അതിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഉത്തരമാണ് കോടതി തന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷവും ഒപ്പം നന്ദിയും ഉണ്ട് കോടതിക്ക്. പക്ഷെ എത്രത്തോളം പേർ ഇനിയിപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരും ശ്രീമതി ഭാഗ്യലക്ഷ്മി? കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതാ പറയണ, അത് ബുദ്ധിമുട്ടാണ്. രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനുള്ള ധൈര്യം വളരെ അപൂർവം സ്ത്രീകൾക്കേ വരുള്ളൂ. കാരണം ഇപ്പോൾ തന്നെ നോക്കൂ, ഇപ്പൊ ഹണി റോസ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇറങ്ങുമ്പോ യഥാർത്ഥത്തിൽ അതേപോലെ ഹണി റോസ് അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് കൂടെ അവരെ തെറി വിളിക്കുന്നുമുണ്ട്. ആര് തെറി വിളിച്ചാലും എനിക്കൊന്നുമില്ല, ഞാൻ എന്റെ വഴിയിൽ കൂടി തന്നെ ഞാൻ പോകും, എന്റെ പോരാട്ടത്തിൽ കൂടെ എന്ന് ഹണി റോസ് അങ്ങനെ ചിന്തിക്കാൻ എല്ലാ സ്ത്രീകളും തയ്യാറാവണം. അല്ലാതെ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല. ഒന്നും നഷ്ടപ്പെടാതെ എല്ലാ നേട്ടങ്ങളും എനിക്കുണ്ടാകണം. നിയമപരമായ എല്ലാ നിയമത്തിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിയമം ആവശ്യപ്പെടുന്ന എല്ലാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അവരോടൊപ്പം സഹകരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണ്ടേ? ഇവിടെ പലപ്പോഴും ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് സ്ത്രീകളോട് ഞാൻ സംസാരിച്ചപ്പോ അവരൊക്കെ പറയുന്നത് എന്താണ്, കോടതി കയറി ഇറങ്ങാൻ വയ്യ, വർഷങ്ങളോളം കേസ് എടുക്കും, അവിടെ ചെന്ന് അവര് പല ചോദ്യങ്ങൾ ചോദിക്കും. അതെല്ലാം നമ്മൾ നേരിടാൻ തയ്യാറാവണം. നമ്മൾ നേരിടാൻ തയ്യാറായാൽ മാത്രമേ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്നേക്ക് വേണ്ടിയായി ചിലപ്പോ നമ്മൾ കാരണം നാളെ മറ്റൊരാൾക്ക്, ഇപ്പൊ ഈ ഹണി റോസിന്റെ ഈ ഒരു പ്രവൃത്തി എത്ര പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ എത്ര മനുഷ്യർക്ക് ഒരു വഴി തുറന്നു കൊടുക്കലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇത് കേസായി വരുമ്പോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവര് നേരിടേണ്ടി വരും. സാരമില്ല, പോരാടട്ടെ. പല ത്യാഗങ്ങളും ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പലതും നമ്മൾ നേടിയിട്ടുള്ളത്. ഞാൻ അതിനെ അങ്ങനെയാ കാണുന്നു. അതെ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോരാടാനുള്ള ഒരു ധൈര്യത്തോടെ കൂടുതൽ പേർ മുന്നോട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഭാഗ്യലക്ഷ്മി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി വന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, വളരെ അറക്കുന്ന രീതിയിൽ നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ മെസ്സേജുകളും കമന്റുകളും ഒക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു നടപടിയോടെ ഇത്തരത്തിൽ കുറച്ചെങ്കിലും സോഷ്യൽ മീഡിയ അശ്ലീലം പറച്ചിൽ കുറയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കുറയാതിരിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ ഒരു വിഷയത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിനു ശേഷം അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് എനിക്കെതിരെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നോക്കിക്കോളൂ, ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പലരും ഭയപ്പെടും. ഓ ദൈവമേ, ഇവര് ഇനി വീണ്ടും എനിക്കെതിരെ കേസ് പോയാലോ? ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ പടിയായി കയറി തന്നെ മുമ്പോട്ട് വരണം. ആരും ഒരാൾക്ക് കിട്ടി എനിക്കത് കിട്ടില്ല എന്ന് വിചാരിക്കരുത്. നമുക്കെല്ലാം ഇത് നേടാൻ സാധിക്കും. നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതിന്.